figures, the triangles around us, right? Bridges, trusses, signboards, even നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജോമെട്രി ബോക്സിലെ സെറ്റ് സ്ക്വയർസിലും ട്രയാങ്കിൾസ് ഉണ്ട്. സോ ട്രയാങ്കിൾസ് ആർ there all around us. സോ നമുക്ക് ഈ ട്രയാങ്കിൾസിനെ പറ്റി സ്പെഷ്യൽ കാറ്റഗറീസ് ഓഫ് ട്രയാങ്കിൾസിനെ പറ്റിയാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. അത് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ട്രയാങ്കിൾ ആണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. സോ യു ക്യാൻ സീ എ ഫിഗർ ഹിയർ, റൈറ്റ്? എ ട്രയാങ്കിൾ എ ബി ആൻഡ് സി. ഇതിൽ എന്ത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും? ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എ ബി ഇസ് ഈക്വൽ ടു എ സി എന്ന്. സോ എ ബി ഈക്വൽ ടു എ സി, അതായത് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് പറഞ്ഞിട്ടുണ്ട്. Now, my question is BC equal to the other two sides? Is it yes or no? BC രണ്ട് സൈഡ്സ്, ബാക്കി രണ്ട് സൈഡ്സോട് ഈക്വൽ ആണോ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി സിയുടെ ആ ഒരു ലെങ്തും എ ബി എ സി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ, റൈറ്റ്? സോ വി ക്യാൻ സേ ദ ആൻസർ ഇസ് നോ. Now, what name can be given to such type of triangles with two sides equal? ഇങ്ങനെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ നമുക്ക് എന്ത് പേര് വിളിക്കാൻ പറ്റും? They are called by the name isosceles triangles. What is they called? Isosceles triangle. So, ഈ ഒരു isosceles triangle എന്താണെന്നാണ് നമ്മൾ in detail ആയിട്ട് പഠിക്കാൻ പോകുന്നത്. Now, let's do an activity. First, we have to cut out a paper triangle as shown in the figure. നമ്മുടെ പടത്തിലെ പോലെ നമുക്കൊരു പേപ്പർ കട്ടൗട്ട് ട്രയാങ്കിൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. Okay? Now, fold along the middle. ഈ ഒരു മിഡിലിൽ കൂടെ ഞാൻ ഇതിനെ ഫോൾഡ് ചെയ്യുന്നു. So that equal sides coincide. ഞാൻ ഇതിനെ ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ സൈഡ്സ് വരുമല്ലോ. ദി ഈക്വൽ സൈഡ്സ് എന്താണ്? രണ്ടും കോയിൻസൈഡ് ചെയ്തു. ഒന്നും കൂടുതലില്ല, കുറവില്ല, എല്ലാം ഈക്വൽ ആയിട്ടാണ്. ആണല്ലോ? Now what do you observe? നമുക്ക് കണ്ടാൽ മനസ്സിലാകും ആങ്കിൾസ് അറ്റ് ദി ബോട്ടം, അതായത് എന്റെ ഈ ബേസ് അല്ലെങ്കിൽ ഈ ഒരു ബോട്ടം സൈഡിൽ രണ്ട് ആംഗിൾസും എന്താണ്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. വാട്ട് ആർ ദീസ് ആംഗിൾസ്? ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. ആംഗിൾ ബിയും ആംഗിൾ സിയും എന്തായിരിക്കും? ഈക്വൽ ആണ്. ഓർ വി ക്യാൻ സേ ആംഗിൾസ് അറ്റ് ദി ബോട്ടം ഓർ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഫോൾഡഡ് സൈഡ്സ് ആർ ഈക്വൽ. അതായത് ആംഗിൾ ബിയും ആംഗിൾ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി ബോട്ടം സൈഡിലെ. Now, let's prove angle B is equal to angle C. അതിനുവേണ്ടി I have to join the top corner. ടോപ്പിലെ നമ്മുടെ ഈ എ എന്ന് പറയുന്ന വേർട്ടെക്സ് ആണല്ലോ, ഇതിനെ ബി സി എന്ന് പറയുന്ന സൈഡിന്റെ മിഡിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. ബൈ യൂസിങ് എ ഡോട്ടഡ് ലൈൻ കൊടുത്താലും മതി. ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I'll show another one. ഇതേപോലെ ഡോട്ടഡ് ലൈൻ ഇട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? ഈക്വൽ ആണ്. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ട്രയാങ്കിൾ? എ എം ബിയും എ എം സിയും. ഈ മിഡിൽ വന്ന ഈ പോയിന്റ് ഞാൻ എം എന്നാണ് വിളിച്ചേക്കുന്നത്. സോ ഇൻ ദ ഫിഗർ യു ക്യാൻ സി എ എം ബി ആണ് നമ്മുടെ ഒരു ട്രയാങ്കിള്. നെക്സ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എ എം സി ആണ്. നൗ ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പഠിക്കണം. സോ നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസ് നേരത്തെ പ്രീവിയസ് ചാപ്റ്ററിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസിനെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ, അത് കോൺഗ്രന്റ് ആണോ എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നമ്മൾ ഇവിടെ ഒന്ന് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. സോ എങ്ങനെ പറയാൻ പറ്റും? We know that AB is equal to AC. കാര്യം എന്താണ്? They are the sides of the isosceles triangle. So AB is equal to AC. അതായത് AB എന്ന് പറയുന്നത് ട്രയാങ്കിൾ 1ലെ സൈഡും AC എന്ന് പറയുന്നത് ട്രയാങ്കിൾ 2ലെ സൈഡും ആണ്. Now MB is equal to MC. കാര്യം എന്താണ്? MB എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും ലെങ്തും MC എന്ന് പറയുന്നത് ഇത്രയും ലെങ്തും ആണ്. കാരണം M എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അതിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. So BM is equal to MC because M is the midpoint of BC. Midpoint ആയതുകൊണ്ടാണ്. Now, what is the common side? AM. അല്ലേ? കാരണം നമ്മൾ ഫോൾഡ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു, ഈ ഫോൾഡ് ചെയ്തപ്പം ഇതാണ് കോമൺ സൈഡ് രണ്ട് ട്രയാങ്കിളിനും ആണല്ലോ. സോ AM is the
കോമൺ സൈഡ്. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഈ മൂന്ന് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ഓർ ദേ ആർ കോൺഗ്രുവന്റ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോൺഗ്രുവന്റ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? The sides of the triangle are same. We can say the angles opposite to these sides equal ആണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ട്രയാങ്കിളിനകത്തെ എ ബിക്ക് ഓപ്പോസിറ്റ്, അത് ആ സൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ സി വരും, ആണല്ലോ. ഇനി എ സി സൈഡ് എടുത്താലോ? എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ ബി. സോ വി ക്യാൻ സേ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി, ഹെൻസ് പ്രൂവ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. മിഡിലിൽ കൂടെ ജോയിൻ ചെയ്യുക, അതിന് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ രണ്ട് ട്രയാങ്കിളിനകത്ത് എന്താണ് അതിനെ കോൺഗ്രുവന്റ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തെടുക്കുക. പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ ബി is equal to angle C. Now again we have to consider triangle AMB and triangle AMC. നമുക്ക് വീണ്ടും കൺസിഡർ ചെയ്യണം. അപ്പം സൈഡ് എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ഇൻ ദിസ് ട്രയാങ്കിൾ AMB അല്ലെങ്കിൽ BMA. ഈ ട്രയാങ്കിൾ വരുമല്ലോ, ഈ ആംഗിൾ വരുമല്ലോ, BMA. ഇനി എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? AMC or CMA. These are the angles opposite to side AB and AC. Now we know ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? BC എന്ന് പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിലെ രണ്ട് ആംഗിൾസിന്റെ ടോട്ടൽ സം എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ BMA പ്ലസ് ആംഗിൾ CMA is equal to 180 ഡിഗ്രി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം, നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു BMA is equal to CMA ആണെന്നുള്ളത്. ദാറ്റ് മീൻസ് both angles are same. So angle BMA is equal to angle CMA is equal to 90 degree. So നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മിഡിലിൽ വന്ന് ജോയിൻ ചെയ്തില്ലേ ഈ ലൈന്, 90 ഡിഗ്രിയിലാണ് അതിനെ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ they are perpendicular, or you can say AM is perpendicular to BC. AM എന്ന് പറയുന്നത് BC ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വന്ന് കട്ട് ചെയ്യുന്നത്. Alright. Now, so we get an very important result from this. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. If two sides of a triangle are equal, then the angles opposite these sides are equal. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് വെറുതെ പ്രൂവ് ചെയ്യാൻ പോണ്ട, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദീസ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റെഫറിംഗ് ദിസ് ഫിഗർ നമുക്കറിയാം എ ബി ഈക്വൽ ടു എ സി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സി വരും. എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്താ? ആംഗിൾ സി. ആൻഡ് ആംഗിൾ എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ പി. സോ ദീസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ അതിന്റെ മീനിങ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ വേണം എടുക്കാനായിട്ട്. ഓക്കെ, നൗ ഇപ്പൊ സപ്പോസ് സൈഡ്സ് ആയിരുന്നു മുമ്പേ തന്നിരുന്നത്, എ ബി ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞിട്ടായിരുന്നു തന്നത്. അതായത് സൈഡ്സ് ഈക്വൽ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് രണ്ട് ട്രയാങ്കിളിനകത്ത് ആംഗിൾസ് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അതായത് ട്രയാങ്കിൾ എ ബി പിയിലെയും ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിള്, ഇത് സെക്കൻഡ് ട്രയാങ്കിൾ എ സി പിയിലെ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ തന്നിട്ടുണ്ട് ഓൾറെഡി ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ഈ ഒരു മെഷർ എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആണ്. ഇനിയും വേറെ ഇൻഫോർമേഷനോട് തന്നിട്ടുണ്ട് ആംഗിൾ എ പി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ പി സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. നമ്മൾ പ്രൂവ് ചെയ്തെടുത്താണ്. ഈ ഒരു മിഡിലിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അത് മിഡ് പോയിന്റ് ആണ്, അതേപോലെ ഇത് പെർപെൻഡിക്കുലറും ആയിരിക്കും. സോ അത് 90 ഡിഗ്രി ആണ് നമ്മളിപ്പോ ജസ്റ്റ് നൗ പ്രൂവ് ചെയ്തു. ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഈ ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ ട്രയാങ്കിളും ഈ ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. സോ ഈ ആംഗിൾ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ട് ആംഗിൾസ്, ഓരോ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? തേർഡ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇത് ഒരു ആംഗിൾ, ഇത് 90 ഡിഗ്രി, തേർഡ് ആംഗിൾ ഇതാണ്.
ഇനിയും സെക്കൻഡ് ട്രയാങ്കിളിലെ ഒരു ആംഗിൾ ഇത് ആംഗിൾ സി, ഇനി ആംഗിൾ പിയിലുള്ള 90 ഡിഗ്രി ആൻഡ് തേർഡ് ആംഗിൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ആംഗിൾ ബി എ പി എന്ന് പറയുന്നത് ഇതാണ്. ബി എ പി ഇസ് ഈക്വൽ ടു ആംഗിൾ സി എ പി. Because if two angles of a triangle are equal to any two angles of another triangle, then the third angles are also equal. So നമുക്ക് എന്താണ് ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. സോ രണ്ട് ആംഗിൾസ് തരുന്നു, ആ രണ്ട് ആംഗിൾസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്താണ്, തേർഡ് ആംഗിളും ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തത്. റൈറ്റ്. നൗ അതിൽ നിന്നപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട്, നമുക്കറിയാം ആംഗിൾസ് സെയിം ആണെങ്കിൽ ആ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മുമ്പേ നമ്മൾ പഠിച്ചത് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, അത് ഈക്വൽ ആണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും, സൈഡ് എടുക്കുവാണെങ്കിൽ ആംഗിൾ വരും, ആംഗിൾ എടുക്കുവാണെങ്കിൽ സൈഡ് വരും. ജസ്റ്റ് എല്ലാം ഓർക്കുക, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കുക. ഇനി അതല്ല ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ആണെങ്കിൽ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്, എ സി വരും. ഇനി ആംഗിൾ സി ആണെങ്കിലോ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്, എ ബി വരും. സോ വി ക്യാൻ സേ എ സി is equal to എ ബി or എ ബി is equal to എ സി എന്ന് നമുക്ക് പറയാം. റൈറ്റ്. നൗ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഐസോസിസ് ട്രയാങ്കിൾ എന്നുള്ള ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു ഐസോസിസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇസ് എ ട്രയാങ്കിൾ വിത്ത് ടു സൈഡ്സ് ഈക്വൽ. ഇസ് ദിസ് ഓൺലി ദ ഡെഫിനിഷൻ? നോ. നമുക്ക് ഇൻ ടേംസ് ഓഫ് ആംഗിൾസിലും നമുക്ക് എന്താണ് ഐസോസിസ് ട്രയാങ്കിളിനെ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് എ ട്രയാങ്കിൾ വിത്ത് ടു ആംഗിൾസ് ഈക്വൽ are also known as isosceles triangle. അതായത് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, റിമെമ്പർ. റൈറ്റ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ 5 സെന്റിമീറ്റർ സൈഡ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അടുത്ത 5 സെന്റിമീറ്റർ സൈഡും തന്നിട്ടുണ്ട്. ആംഗിൾസ് ആംഗിൾ പിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. സോ ദിസ് ഇസ് എ ഐസോസിലസ് ട്രയാങ്കിൾ. സോ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സൈഡും ഉണ്ട്, ഇൻ ടേംസ് ഓഫ് ആംഗിൾസ് ഉണ്ട്. All right. Now let's see another triangle. Here what do you observe? നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ട്രയാങ്കിൾ ആണ്. അതിലെ എല്ലാ സൈഡ്സും നമുക്കറിയാം എ ബി ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ, എ സി ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആൻഡ് ബി സി ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. നോക്കുമ്പോൾ എന്താണ്, ആ ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. Now what name can be given to a triangle with three sides equal? ഇങ്ങനെ ത്രീ സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിളിനെ നമുക്ക് എന്ത് പേര് വിളിക്കാൻ പറ്റും? ത്രീ സൈഡ്സും ഈക്വൽ ആണ്. അപ്പം ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സ് ഉള്ള ട്രയാങ്കിൾ എന്ത് വിളിക്കാൻ പറ്റും? അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ട്രയാങ്കിൾ വേർ ഹൂസ് ത്രീ സൈഡ്സ്, ഇപ്പൊ ട്രയാങ്കിളിൽ ത്രീ സൈഡ്സേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ത്രീ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. 5 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കി രണ്ടും 5 സെന്റിമീറ്റർ. അപ്പൊ ഓരോ മെഷർമെന്റ് ഓരോ സൈഡിനും തരണമെന്നില്ല. എ ബി സി ഇസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് വൺ സൈഡ് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ബാക്കി രണ്ട് സൈഡും എന്താണ് 5 സെന്റിമീറ്റർ ആണെന്നുള്ളത്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും they won't keep the entire ആ സൈഡിന്റെ അല്ലെങ്കിൽ മെഷർമെന്റ് നമുക്ക് തരത്തില്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ചിലപ്പോൾ പ്രൂവ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നായിരിക്കും നമ്മൾ സൈഡ്സ് കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. സോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? അതിന്റെ സൈഡ്സ് നോക്കുക, സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റും. ഇനി അതല്ല ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്ന്. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അത് സെയിം ആണ്. Now what is the measure of each angle? സൈഡിന്റെ കാര്യം തീർന്നു. സൈഡിനെ പറ്റി നമുക്ക് മനസ്സിലായി, എല്ലാം ഈക്വൽ ആയിരിക്കണം എന്ന്. ഇക്വി എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ എന്നുള്ളതാണ്. ഇനി what is the measure of each angle? ആംഗിളിന്റെ കേസ് എന്തായിരിക്കും? ആർ ദേ ഈക്വൽ, അതോ അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? അതായത് നമുക്കറിയാം സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ സൈഡ്സിന് ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഓരോ ആംഗിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഓരോ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. സോ വാട്ട് ഇസ് എ മെഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് എ വാല്യൂ? ആ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ലൈഡ്. സോ കൺസിഡർ ദ സെയിം ട്രയാങ്കിൾ എ ബി സി. അതില്
നമുക്ക് രണ്ട് സൈഡ് ആദ്യം എടുക്കാം. എ ബി ഇസ് ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. അപ്പം ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏത് വരും? ആംഗിൾ സി. ഇനി എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി. സോ വി ക്യാൻ സേ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബിക്കോസ് ദേ ആർ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു സൈഡ് എ ബി ആൻഡ് എ സി. ഇനി അടുത്ത രണ്ട് സൈഡ് എടുക്കാം. ബി സി സൈഡും എ ബി സൈഡും എടുത്തു. ഇനി ഈ സൈഡ് എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ സി വരും. ഇനി ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ എ വരും. അതായത് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയാൻ പറ്റും. സോ ഇത് രണ്ടും കമ്പയർ ചെയ്തേ. ആംഗിൾ സി ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്, ആംഗിൾ സി ആംഗിൾ എക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. കാര്യം എന്താ? എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഈക്വൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? ഒരു ആംഗിളിന്റെ എക്സ് എന്ന് എടുത്താല് എക്സ് പ്ലസ് ബാക്കിയെല്ലാം ഈക്വൽ ആണല്ലോ. എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 degree or 3x is equal to 180 degree, which means x is equal to 180 divided by 3, which is equal to 60 degree. Where x എന്ന് പറയുന്നത് ഓരോ ആംഗിളിന്റെ മെഷർ ആണ്. സോ ആംഗിൾ എ ആംഗിൾ ബി ആംഗിൾ സി ഈക്വൽ ആണെങ്കിൽ ഈ എക്സ് ആയിരിക്കും. എക്സിന്റെ വാല്യൂ എത്ര ആണ്? 60 ഡിഗ്രി ആണ്. സോ വാട്ട് ഇസ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ ഇൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഇറ്റ് ഇസ് 60 ഡിഗ്രി. നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നും 45 ഡിഗ്രി ആണോ അതോ 90 ഡിഗ്രി ആണോ? ഒന്നുമല്ല. മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. അതേപോലെ മൂന്ന് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓരോ ആംഗിൾസിന്റെ മെഷർ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഈക്വൽ, ഇക്വിലാറ്ററൽ. ഓക്കെ. നൗ സോ നമുക്കപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ്സ് എ ട്രയാങ്കിൾ വേർ all three sides are equal and all angles are 60 degree. 60 degree measure, 60 degree measure, 60 degree. Sides എല്ലാം ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നത്. Okay. Now let's see the questions. So find the measure of other two angles of an isosceles triangle if one angle is 90 degree. അതായത് ഒരു isosceles triangle ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് വാട്ട് ഇസ് ദ മെഷർ ഓഫ് അതർ ടു ആംഗിൾസ്. നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിളില് ടു ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. ആണല്ലോ? അങ്ങനെയാകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് ടു ആംഗിൾസ് ഈക്വൽ ആണെന്നറിയാം. അതായത് ലെറ്റ് ദീസ് ആംഗിൾ ബി എക്സ്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കുമല്ലോ, ഈക്വൽ ആയുണ്ട്. സോ എക്സ് പ്ലസ് 90 ഡിഗ്രി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് ട്രയാങ്കിളിലെ. സോ 2x is equal to 90നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. സോ വി ഗെറ്റ് 180 minus 90 which is equal to 90 degree, or x is equal to 90 divided by 2 which is equal to 45 degree. അതായത് ബാക്കി രണ്ട് ആംഗിൾസ് എന്തൊക്കെയായിരിക്കും? 45 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പൊ ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഐസോസെലസ് ട്രയാങ്കിൾ ആണ് തന്നെങ്കിൽ അതിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് എക്സ് എക്സ് എന്ന് പറഞ്ഞ് എടുക്കുക. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൺ ആംഗിൾ 60 ഡിഗ്രി. അപ്പം ഈ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൽ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ബാക്കി രണ്ട് ആംഗിൾസും കണ്ടുപിടിക്കണം. സെയിം വേ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ ഇതിനെ എക്സും ഇതിനെ എക്സ് ആയിട്ടും എടുക്കാം. സോ എക്സ് പ്ലസ് 60 degree plus x is equal to 180 degree. So 2x plus 60 is equal to 180 degree. But 2x എന്തായിരിക്കും? 60നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. So 180 minus 60 which is equal to 120 degree. Now x is equal to 120 degree divided by 2 which is equal to 60 degree. അതായത് എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 60. ഇത് ഓൾറെഡി 60 എന്ന് തന്നിട്ടുണ്ട്. ഇതും 60, ഇതും 60, ഈ ആംഗിളും 60 ഡിഗ്രി, എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണ്. സോ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും കൂടെ ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ. Shall we move to next question? In the figure, O is the center. Okay.
and the radius is, if the radius is equal to 4 centimeter, angle AOB is equal to 60 degree. Find angle A and angle B and the perimeter of triangle AOB. സോ നമുക്ക് ഈ ഒരു ഫിഗറിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആംഗിൾ എ എത്രയാണ്, ആംഗിൾ എ എത്രയാണ്, ആംഗിൾ ബി എത്രയാണ്, ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ AOB. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? അതായത് നമുക്ക് തന്നിട്ടുണ്ട് റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് റേഡിയസിനെ എങ്ങനെ എടുക്കാൻ പറ്റും? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ എ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ഫിഗറിലെ OA ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു OB. അതായത് നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങടേക്ക് പോകുന്ന ലൈന് അത് OA ആണല്ലോ. ഇനി Oയും തന്നെ പോകുന്ന ലൈനാണ് OB. സോ OA ഈക്വൽ ടു OB ഇസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് നമുക്ക് പറഞ്ഞു കിട്ടും. ഓക്കെ, നൗ ഇങ്ങനെയാണെങ്കിൽ ഈ OBക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതായിരിക്കും? OBക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ A വരും അല്ലെ? ആംഗിൾ A വിൽ ബി ഈക്വൽ ടു, ഇനി OAക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ B വരും. സോ ആംഗിൾ A is equal to ആംഗിൾ B എന്ന് നമുക്ക് പറഞ്ഞു കിട്ടും. Now how can you find angle A and angle B? Angle A equal to angle B എന്ന് നമുക്ക് പറഞ്ഞു കിട്ടി. So triangle OAB is an isosceles triangle. കാര്യം എന്താണ്? അതിന്റെ ആംഗിൾസ് സെയിം ആണ്, അതേപോലെ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെറ്റ് x be the measure of angle A and x be the measure of angle B. കാരണം രണ്ട് ഈക്വൽ ആണല്ലോ. സോ x plus 60 degree plus x is equal to 180 degree. Sum of angles of a triangle 180 degree ആണ്. So 2x is equal to 120 degree. അതായത് 16നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. So x is equal to 120 degree divided by 2, which is equal to 60 degree. So അതായത് x ആണ് ആംഗിൾ A. That is angle A is equal to angle B is equal to 60 degree. ഇതാണ് first question. Now second question എന്താണ്? പെരിമീറ്റർ കണ്ടുപിടിക്കണം. What do you mean by perimeter? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സം ഓഫ് ഇറ്റ്സ് സൈഡ്സ്. ഇപ്പൊ ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന്റെ മെഷർ എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കാം ആണല്ലോ. നമുക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ മനസ്സിലായി. കാരണം ആംഗിൾ A is equal to ആംഗിൾ B is equal to ആംഗിൾ O is equal to എന്താണ്? 60 ഡിഗ്രി ആണ്. അതിനർത്ഥം എന്താണ്? 3 ആംഗിൾസും ഈക്വൽ ആണ്, അതിന്റെ മെഷറും 60 ഡിഗ്രി ആണ്. സോ വി ക്യാൻ സേ ആംഗിൾ OAB എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ എന്ന് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആംഗിൾ എയും ആംഗിൾ ബിയും കൂടെ 60 കിട്ടിയപ്പം നമുക്ക് മനസ്സിലാകും ആംഗിൾ O ഓൾറെഡി തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണെന്നുള്ളത്. ഇവിടെ 60 ഡിഗ്രി ആണ്, 60 ഡിഗ്രി ആണെന്നുള്ളത്. സോ ഓരോ മെഷറും ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Oയും 60 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ട്രയാങ്കിൾ OAB എന്ന് പറയുന്ന ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ മെഷർ എല്ലാം ഈക്വൽ ആണല്ലോ. ഓൾറെഡി നമ്മൾ OA ഈക്വൽ ടു OB ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആദ്യമേ അറിയാം, റേഡിയസ് ആയതുകൊണ്ട്. സോ തേർഡ് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ ഏതാണ്? AB. സോ AB എന്തായിരിക്കും? 4 ആയിരിക്കും. സോ പെരിമീറ്റർ എന്ന് പറയുന്നത് OA plus AB plus BO. That is 4 plus 4 plus 4. That is 4, 8, 12. We get 12 centimeter as the perimeter of this triangle AOB. Understood? In the figure, AB is equal to AD and BC is equal to CD. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ABC എന്ന് പറയുന്നതും ആംഗിൾ ADC എന്ന് പറയുന്നതും ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് ഇതിനെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊരു ഫസ്റ്റ് ട്രയാങ്കിൾ, ഇതൊരു സെക്കൻഡ് ട്രയാങ്കിൾ. ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ട്രയാങ്കിൾ ABD. ഇപ്പൊ ട്രയാങ്കിൾ ABD എടുക്കുമ്പം അതില് നമുക്ക് തന്നിട്ടുണ്ട് AB ഇസ് ഈക്വൽ ടു AD എന്ന് ആണല്ലോ. AB ഈക്വൽ ടു AD ആണെങ്കിൽ അതൊരു
ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. രണ്ട് സൈഡ്സ് ഈക്വൽ ആയാൽ മതി, അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ഇത്രയും വരും അല്ലെ? അതായത് ആംഗിൾ എ ഡി ബി വിൽ ബി ഈക്വൽ ടു എ ഡി. എ ഡിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ഇതാണ്. ദാറ്റ് ഇസ് ആംഗിൾ എ ബി ഡി. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ട്രയാംഗിൾ എടുക്കുക. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനിയും ട്രയാംഗിൾ സി ഡി ബി എടുക്കുന്നു. അതില് നമുക്ക് എന്താണ് തന്നേക്കുന്നത്? ബി സി ഇസ് ഈക്വൽ ടു സി ഡി എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? സൈഡ്സ് ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ ഇതും ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആയിരിക്കും ആണല്ലോ. സി ആണ് ഐസോസിലസ് ട്രയാംഗിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി സിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ഇതാണ്. സോ ആംഗിൾ ബി ഡി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഡി സി ഈക്വൽ ടു ഈ ആംഗിൾ ഡി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ സി ബി ഡി. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇനി എ ഡി ബി ഇതാണ്. ബി ഡി സി എന്താണ്? ബി ഡി സി. ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് ആഡ് ചെയ്തേ. ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ ബി ഡി സി ഇസ് ഈക്വൽ ടു ഇപ്പോഴത്തെ ആർ എച്ച് എസ് എന്തായി മാറും? എ ബി ഡി. ആംഗിൾ എ ബി ഡി പ്ലസ് ആംഗിൾ സി ബി ഡി അല്ലെങ്കിൽ ആംഗിൾ ഡി ബി സി. ആംഗിൾ എ ഡി ബി ആംഗിൾ എ ബി ഡി ശ്രദ്ധിച്ചോ. ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ ബി ഡി സി എന്ന് പറയുമ്പോൾ എത്രയാണ്? ടോട്ടൽ ഇത്രയും വരുമല്ലോ. അതായത് വി ക്യാൻ റൈറ്റ് ആംഗിൾ എ ഡി സി എന്നാണല്ലോ. ഇത്രയും മൊത്തം സം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എ ബി ഡി എന്താണ്? ഇത്രയും വരും ആണല്ലോ. ഇനി ഡി ബി സി എന്താണ്? ഡി ബി സി എന്ന് പറയുന്നത് ഇത്രയും വരും. അതായത് ടോട്ടൽ മെഷർ സം എന്ന് പറയുമ്പോൾ തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി. ഇതാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിന്റെ സം ഈക്വൽ ആണ്. സോ ബോത്ത് ആംഗിൾസ് രണ്ട് സൈഡിലും ഈക്വൽ ആണ്. ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ്. ഓക്കെ. ഐസോസിലസ് ട്രയാംഗിൾ ആണ്. അത് വെച്ചിട്ട് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In any circle, if the ends of a diameter are joined to another point on the circle, what would be the angle got? അതായത് നമുക്കൊരു ഡയമീറ്റർ ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഡയമീറ്റർ എ ബി ആണല്ലോ വിത്ത് സെന്റർ അറ്റ് O. ഇനി നമ്മൾ ഈ എ ബി എൻസിനെ നമ്മൾ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുവാന്ന് വിചാരിക്കാം. ഇതൊരു പോയിന്റ് സി ആണെങ്കിൽ ഇതിനെ ജോയിൻ ചെയ്യാന്ന് വിചാരിക്കാം. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ട്രയാംഗിൾ കിട്ടുമല്ലോ. ഈ ട്രയാംഗിൾ കിട്ടും. ഇതിലെ വാട്ട് വിൽ ബി ദ ആംഗിൾ കോട്ട്? ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഈ ആംഗിൾ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇതായിരിക്കും കംപ്ലീറ്റ് ഫിഗർ. അപ്പൊ അതായത് എ സി ബി ജോയിൻ ചെയ്തു. ഇനിയും നമുക്ക് ഈ ട്രയാംഗിളിനെ വീണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് അതിനു വേണ്ടി ഒ സിനെ ഒന്ന് ജോയിൻ ചെയ്തു. അപ്പം ജോയിൻ ചെയ്യുമ്പോൾ ഇതൊരു ട്രയാംഗിൾ, ഇത് സെക്കൻഡ് ട്രയാംഗിൾ ആയിട്ട് കിട്ടും. നമുക്കറിയാം ഇത് ഡയമീറ്റർ ആണല്ലോ. സോ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും സെയിം ആണ്. ദേ ആർ ദ റേഡിയസ് ആണല്ലോ. ഇനിയും നമുക്കറിയാം ഈ ഒരു സൈഡ് ഒ സി എന്താണ്? ഈക്വൽ ടു ഒ സി. രണ്ട് ട്രയാംഗിളിനെ കോമൺ സൈഡ് ആണ് ആണല്ലോ. വിച്ച് ഇസ് ദ കോമൺ സൈഡ്. ഇനിയും നമുക്ക് എന്തറിയാൻ പറ്റും? രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ ഈ ട്രയാംഗിളിന്റെ ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, ഇതിനെ ഇതിനെ എക്സ് എന്ന് വിളിക്കുന്നു. കാരണം രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ട്രയാംഗിൾ ഒ എ സി ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആയി. ഐസോസിലസ് ട്രയാംഗിൾ ആയത് എന്തുകൊണ്ടാണ്? അതിന്റെ രണ്ട് സൈഡ്സ് നമ്മൾ പ്രൂവ് ചെയ്തു ഈക്വൽ ആണെന്നുള്ളത്. സോ അതിന്റെ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ്സിലെ എക്സ് ആയിരിക്കും. ഇനി ഈ ഒരു ട്രയാംഗിൾ എടുത്താൽ ഇതിന്റെ ഒ സിയും ഒ ബിയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഇതിനകത്തിലെ ആംഗിൾ ഞാൻ y എന്ന് പറഞ്ഞെടുക്കാണ്. y ബിക്കോസ് ദി ടു സൈഡ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് തന്നെ ട്രയാംഗിൾ ഒ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാംഗിൾ ആണ് അല്ലെ.
അതുകൊണ്ട് തന്നെ അതിലെ മെഷർമെന്റ് ഞാൻ y ആയിട്ട് എടുത്തു. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു മൊത്തം ട്രയാങ്കിൾ എ ബി സി എടുക്കുകയാണ്. നൗ കൺസിഡർ ദി ബിഗർ ട്രയാങ്കിൾ എ ബി സി ആസ് എ ഹോൾ. എ ബി സി മൊത്തത്തിൽ എടുക്കുമ്പം സം ഓഫ് ദി ആംഗിൾസ് എടുത്തേ എക്സ് പ്ലസ്, ഇനി ഇവിടുത്തെ ആംഗിളിന്റെ മെഷർ എത്ര ആണ്? എക്സ് പ്ലസ് വൈ മൊത്തം കൂടെ വരും അല്ലെ? ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൈ is equal to 180 degree, or 2x plus 2y is equal to 180 degree, or 2 into x plus y is equal to 180 degree. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? x plus y is equal to 180 by 2 which is 90 degree. അതായത് x plus y ആണ് 90 degree. അതായത് ഈ ഒരു ആംഗിൾ, ഇത്രയും ആംഗിൾ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ ഒരു മെഷർ, അതായത് ജോയിൻ ചെയ്തു ഡയമീറ്ററിന്റെ എൻസിന്ന് നമ്മൾ സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആംഗിളിന്റെ വാല്യൂ എത്ര ആണെന്നാണ്. അതായത് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഇസ് എക്സ് പ്ലസ് വൈ 90 ഡിഗ്രി നമ്മൾ പ്രൂവ് ചെയ്തെടുത്തു. ഓക്കെ, സോ സം ഓഫ് ദി ആംഗിൾസ്, അതായത് എ സി ഒ പ്ലസ് ഒ സി ബി ബോത്ത് ടുഗെദർ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. സോ നമുക്ക് ഇതൊരു ആക്ച്വലി ഒരു തിയറമായിട്ടുണ്ട്. ഹയർ ക്ലാസ്സസ് നിങ്ങൾ പഠിക്കും. അതായത് നമ്മുടെ സർക്കിൾസിന്റെ ചാപ്റ്ററിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ്. ഓക്കെ, സോ അതൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫയർ ക്ലാസ് പഠിക്കും. ബട്ട് അറ്റ് പ്രസന്റ് നമ്മുടെ ഈ ഒരു ഐസോസിസ് ട്രയാങ്കിളിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ദാറ്റ് ഇസ് ദിസ് ആംഗിൾ ഇസ് 90 ഡിഗ്രി എന്ന്. ഓക്കെ, സോ നൗ ലെറ്റ്സ് സീ ദ സമ്മറി. സമ്മറി പാർട്ട് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു എൻഡയർ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് ഐസോസിസ് ട്രയാങ്കിൾസിനെ പറ്റി പഠിച്ചു, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിനെ പറ്റി പഠിച്ചു. വാട്ട് ഇസ് ദിസ് ഐസോസിസ് ട്രയാങ്കിൾ ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഐസോസിസ് ട്രയാങ്കിളിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, അതേപോലെ തന്നെ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലോ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും ആൻഡ് എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അതിലെ എല്ലാ ആംഗിൾസിന്റെ മെഷർ 60 ഡിഗ്രി ആയിരിക്കും. റൈറ്റ്? ഇനി രണ്ട് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ആൻ ഐസോസിസ് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദീസ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസും സോൾവ് ചെയ്തത്. സോ ഈ എൻഡയർ സെക്ഷൻ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. സോ ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. Manorama Horizon, learning made simple.